ഹലോ ഫ്രണ്ട്സ്, മഴ തോരും മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രൻ കയ്യിലിരുന്ന ആ ബില്ല് ശിവനെയും രാജീവിനെയും കാണിച്ചിട്ട് ഇത് അടയ്ക്കണമെന്ന് പറയുമ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, നിൻ്റെ സ്വന്തം ഭാര്യയുടെ അല്ലേ, അത് നിനക്ക് തന്നെ ചെയ്തുകൂടെ, ഞങ്ങളെയാണോ ഏൽപ്പിക്കുന്നതെന്ന്. അപ്പോൾ തന്നെ ബാലചന്ദ്രൻ ചിരിച്ച് ചോദിക്കുകയാണ്, അതെങ്ങനെയാണ് എൻ്റെ ഭാര്യയാവും? ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവളൊരു ഹോസ്റ്റലിൽ റൂം എടുത്തോ അല്ലെങ്കിൽ വേറെ ഫ്ലാറ്റ് വാങ്ങിക്കുകയോ വാടക വീട്ടിലേക്ക് മാറുകയോ അവളുടെ മക്കളെയും വിളിച്ചുകൊണ്ട് പോവുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ അല്ലാതായില്ലേ. പിന്നെ എങ്ങനെ ആവും? അഥവാ അവളതൊക്കെ കഴിഞ്ഞ് അവൻ്റെ ഭാര്യയാണ്, എൻ്റെ മക്കളുടെ അമ്മയാണ് എന്നുള്ള തോന്നലിൽ അവൾ ഇവിടെ വരുവാണെങ്കിൽ എല്ലാം എന്തായാലും ഞാൻ ഈ കാശിറക്കം നിങ്ങൾക്ക് ഞാൻ തിരിച്ചു തന്നേക്കാം. പക്ഷേ ഇപ്പം നിങ്ങൾ തിരിഞ്ഞ് തന്നേ പറ്റൂ. അവളുടെ ഹോസ്പിറ്റൽ ചിലവ് മാത്രം പോരാ, ബൈസ്റ്റാൻഡറുടെ അവളുടെ കൂടെ ഇരുന്നത് അവിടെ ആൾക്കാരാരുമല്ല, എൻ്റെ സഹോദരിയാണ്. അപ്പോൾ അവർക്കും അവരുടെ വിലപ്പെട്ട സമയങ്ങളെല്ലാം കഴിഞ്ഞ് അവിടെ പോയിരുന്നത്, അപ്പോൾ അവർക്കും കൊടുക്കണം അതിൻ്റെ കാശ്. പിന്നെ ഞാൻ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്, അറിയാമല്ലോ ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് അവിടെ ചെന്ന് നിന്നതെന്ന്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചിലവും കാര്യങ്ങളുണ്ട്. പോട്ടെ, അത് ഞാൻ വേണ്ടെന്ന് വയ്ക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാം കൂടെ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇന്ന് തന്നെ ഇട്ടോ. വായിച്ച് തിരിച്ച് വീട്ടിൽ വരുവാണെങ്കിൽ ഞാൻ തിരിച്ച് ഈ കാശെല്ലാം തിരിച്ച് തന്നേക്കാം. പിന്നെ പെങ്ങളോടുകൂടി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞേക്കണം. അതിൻ്റെ ആവശ്യം എന്തിനാ ബാലചന്ദ്ര എന്ന് ചോദിക്കുക കേട്ടോ. അവൾ ഇതെല്ലാം അറിഞ്ഞ് അവൾ നീറി അവിടെ കഴിയണം. എനിക്കതല്ലേ ഒരു സന്തോഷം, അതുകൊണ്ട് ആ ഒരു സന്തോഷം എനിക്ക് അനുഭവിച്ചേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ ശിവനും അതുപോലെ തന്നെ വീണ്ടും രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തും അലീന ജ്യൂസുമായിട്ട് വരുവാണ്. എന്നിട്ട് അങ്കിൾമാർക്കൊക്കെ കൊടുക്കുന്നുണ്ട്, അച്ഛനും കൊടുക്കുകയാണ്. ഫ്രഷ് ജ്യൂസാണ് കുടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശിവൻ അത് എടുക്കുന്നുണ്ട്, രാജീവൻ എടുക്കാൻ ഇച്ചിരി മടിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, ഇതാ കുടിക്കുക, നമ്മുടെ ദേഷ്യവും വിദ്വേഷവും അതൊക്കെ അവിടെ നിൽക്കട്ടെ. സ്വന്തം പെങ്ങളുടെ മകൾ ആദ്യമായിട്ട് തരുന്നല്ലേ, അവൾക്ക് ഇതൊക്കെ ഇല്ലുള്ളൂ ഒരു സാറ്റിസ്ഫാക്ഷൻ. ഇതൊക്കെ എടുത്ത് കഴിക്കുക. പിന്നെ കൃഷ്ണമോള് പറയാം, ഫ്രൂട്ട്സ് എടുക്കങ്ങളെ ഡൈനിങ് ടേബിളൊക്കെ ഇരിക്കുക, എല്ലാവരും ഇരുന്ന് കഴിക്കുക. അങ്ങനെ ബാലചന്ദ്രൻ അവരെല്ലാവരും കൂടെ അവിടെ പിടിച്ചിരുത്താണ് കേട്ടോ. ജ്യൂസും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട്. അതുപോലെ നമ്മുടെ രോഹിത്തും ബബിതയും കൂടെ മുകളിൽ ഇരുന്നും കൊണ്ട് പ്ലാൻ ചെയ്യാണ്. എന്തായാലും അലീനയോട് നമുക്കിങ്ങനെ ഇനിയൊരു സോഫ്റ്റ് കോർണറൊന്നും വേണ്ട. അങ്കിൾമാർ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി നമ്മളെ ഇവിടെ കൊണ്ടാക്കി പ്രശ്നങ്ങളെല്ലാം തലേന്ന് ഒഴിവാക്കിയിട്ട് ഞങ്ങളെ ഒഴിവാക്കിയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്ത് അവർ സ്ഥലം വിടാൻ നോക്കുകയാണ്. നമ്മളിതിനൊന്നും വേണ്ട, അവർക്കെങ്ങനെയെങ്കിലും ഇവിടുന്ന് കടന്നു കളഞ്ഞാൽ മതി. ബബിത ചോദിക്കുന്നുണ്ട്, നമ്മളിനി എന്നാ ചെയ്യണ്ടേ? അവളാണല്ലോ ഇവിടുത്തെ കൺട്രോൾ. എടി, അവൾ എന്ത് പറഞ്ഞാലും നമ്മൾ കേൾക്കണ്ട, നേരെ ഓപ്പോസിറ്റായിട്ട് ചെയ്താൽ മതി. അവൾക്ക് ഇവിടെ ഒരു തരത്തിലും നിന്ന് പൊറുക്കാൻ പറ്റാത്ത രീതിയിൽ തലവേദന ഉണ്ടാക്കണം, അത്രയല്ലേ വേണ്ട. അത് ഞാൻ ചെയ്തോളാം. അവൾ തരുന്ന ചൊറിഞ്ഞത്ത് തുപ്പാൻ പറ്റുമെങ്കിൽ ഞാൻ അതും ചെയ്തേനെ എന്ന് പറയുമ്പോൾ ഇതൊക്കെ കേട്ട് കൃഷ്ണമോൾ അങ്ങോട്ട് വരുവാട്ടോ. എന്താ നിങ്ങളിവിടെ പ്ലാൻ ചെയ്യുന്നത്? ഒന്നുമില്ല, ഞാൻ കേട്ടല്ലോ ചോറിൽ തുപ്പുന്ന കാര്യം. കൊള്ളാം, നന്നായിട്ടുണ്ട്, നല്ല സ്വഭാവത്തിന്. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടും. അല്ലടി, ഞങ്ങളൊരു തമാശയ്ക്ക് പറഞ്ഞതാ. ആഹാ, തമാശ, ഇതാണല്ലേ തമാശ? ചോറിൽ തുപ്പുന്ന കാര്യമൊക്കെ പറയുന്നതാണോ? ഞാൻ അലീന ചേച്ചിയോട് പറയാം, നിങ്ങൾക്ക് തരുന്ന ആഹാരത്തിൽ എന്തൊക്കെ ചേർക്കണമെന്ന് കേട്ടോ. നല്ല ചീഞ്ഞളിഞ്ഞ പുഴുത്ത സംസ്കാരം കൊണ്ട് നടക്കുന്നു. ഞാൻ താഴെ പോയി അച്ഛനോട് പറയാം, ഇതാണ് നിങ്ങളുടെ ഗൂഢാലോചന എന്ന്. എടി, നമ്മൾ വെറുതെ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ രണ്ടുപേരും താഴോട്ട് വാ. അങ്കിൾമാരവിടെ വിളിച്ചു, അവർക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ടെന്ന്. ഇനി എന്ത് പറയാനാ, പറഞ്ഞിടത്തോളം മതിയായി, തൃപ്തിയായിട്ടിരിക്കാം. എന്നാൽ പിന്നെ ഇതുപോലെ തന്നെ ഞാൻ താഴെ പറയാം. നീ അതും പറയണ്ട, ഞങ്ങൾ വന്നോളാം. നാശം പിടിക്കും, അമ്മ ഒന്ന് വന്നെങ്കിൽ മതിയായിരുന്നു. ഫ്ലാറ്റോ വീടോ എന്തെങ്കിലും എടുത്ത് അങ്ങോട്ട് മാറായിരുന്നു, ഈ നരകത്തിൽ നിന്നേ മാറായിരുന്നു. പിന്നെ കൃഷ്ണമോള് പറയാണ്, അത് ശരി, അങ്ങനെയാണെങ്കിലേ നിങ്ങൾ ഇതിനേക്കാളും വലിയൊരു നരകത്തിലായിരിക്കും അങ്ങോട്ട് പോവുക. അമ്മയായിരിക്കണം നിങ്ങളുടെ എല്ലാ ചിലവും ചെയ്യേണ്ടത് അല്ലേ? എല്ലാ ചിലവും അമ്മ ചെയ്യുമ്പോൾ അമ്മയുടെ സ്വഭാവം അറിയാലോ. അപ്പോൾ നിങ്ങൾ ഇതിനേക്കാളും വലിയ നരകത്തിലാണെന്ന് അന്ന് നിങ്ങൾക്ക് തോന്നും. എന്തായാലും ശരി. അയ്യോ, നിങ്ങൾ താഴേക്ക് വരുന്നോ അതോ ഞാൻ പോയി പറയണോ? ഞങ്ങൾ വരാമെന്ന് പറഞ്ഞില്ലേടി, പിന്നെന്താ? വല്ലാത്തൊരു ഭാഗ്യം തന്നെ. അല്ലെങ്കിൽ പിന്നെ അവർ വല്ലാത്ത വിഷമായി പോയേനെ എന്ന് കൃഷ്ണമോള് പറഞ്ഞിട്ട് കളിയാക്കിയിട്ട് തിരിച്ച് പോവാട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ തൊട്ട് പറക്കി ചെല്ലാണ്. അപ്പം താഴെ എല്ലാവരും കൂടെ ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന സമയത്താണ് ഇവരും അവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ശിവൻ പറയുന്നുണ്ട്, ബാലചന്ദ്ര, ഞാനാണ് ഇവരെ കൊല്ലപ്പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോയത്. അപ്പോൾ അന്നത്തെ ഒരു വികാരത്തിലും ക്ഷോഭത്തിലും ഒക്കെ ചെയ്തതാണ്, അത് തെറ്റായിപ്പോയി. നിൻ്റെ മക്കൾ നിൻ്റെ വീട്ടിൽ തന്നെയാണ് ജീവിക്കേണ്ടത്, അതുകൊണ്ട് തന്നെ ഞാൻ അവരെ തിരിച്ച് നിൻ്റെ വീട്ടിലേക്ക് കൊണ്ടു തന്നിട്ടുണ്ട്. ഇതാ നിൽപ്പുണ്ട് രണ്ടുപേരും. അപ്പോൾ ബബിതയോടും രോഹിത്തിനോടും
രാജീവ് പറയുന്നുണ്ട്, ഇനി നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അച്ഛൻ പറയുന്നത് അതുപോലെ അനുസരിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട്. അമ്മയ്ക്ക് പിടിവാശി ഇത്തിരി കൂടുതലാണ്. അവൾ ജയിക്കാൻ വേണ്ടി അവൾ എന്തും നഷ്ടപ്പെടുത്തും. അതാണ് അവളുടെ സ്വഭാവം. നിങ്ങളെപ്പോലും ചിലപ്പോൾ കൈവിട്ടെന്ന് വരും. അറിയാലോ, അമ്മ ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് നിങ്ങളുടെ ആവശ്യമാണ്, നിങ്ങളുടെ കടമയാണ്. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കൊന്നും ഇനി വലിയ നേട്ടങ്ങളൊന്നും കൈവരിക്കാനൊന്നുമില്ല. അവരുടെ ജീവിതം പാതി മുക്കാലും കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ജീവിതമാണ്. അത് കുരമൻ്റെ കയ്യിൽ കിട്ടിയ പൂമാലയാകരുത്. പറഞ്ഞ് മനസ്സിലാക്കിയല്ലോ രണ്ടുപേരും. അത്രയും എനിക്ക് ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ എന്ന് രാജീവ് പറയാട്ടോ. ഭവിതയ്ക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഭവിത ഒരൊറ്റ പോക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ രോഹിത്തും. എന്തായാലും രണ്ടെണ്ണത്തിനും ഭയങ്കര അഹങ്കാരമാണെന്നുള്ളത് ഇവർക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, ആരോട് പറയാൻ, ആര് കേൾക്കാൻ എന്നിങ്ങനെ പറയാട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്ത് നമ്മുടെ അലീന ബബിതയ്ക്ക് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, എനിക്ക് വേണ്ട, നീ കൊണ്ടുപോകും. അല്ല, അങ്ങനെ പട്ടിണി ഇരിക്കാനൊന്നും പറ്റത്തില്ല. ഇനിയിപ്പോൾ ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ തന്നെ കഴിച്ചല്ലേ പറ്റുള്ളൂ. അത് വേണ്ടെന്ന് വിൽക്കാൻ പറ്റില്ല. എടി, നിൻ്റെ അടുത്തല്ലേ പറഞ്ഞത് എനിക്ക് വേണ്ടത്, കൊണ്ടുപോടിയെന്നും പറഞ്ഞ് ഒരൊറ്റ തട്ട് കൊടുക്കുക. ഗ്ലാസും പാത്രവും എല്ലാം കൊണ്ട് താഴെ വീണുടയാട്ടോ. അങ്ങനെ അവിടെ ബാലചന്ദ്രനും ശിവനും രാജീവനും ഒക്കെ അന്തം വിട്ട് തിരിഞ്ഞു നോക്കുക. എന്താ അലീന അവിടെ സംഭവിച്ചത്, എന്താന്ന്. അപ്പം അലീന ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ തന്നെ ഉടനെ ഇവരങ്ങോട്ട് എണീറ്റ് വരുന്നുണ്ട്. ബബിത ഒന്ന് പേടിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ആഹാ, അപ്പം തന്നെ ഇതെങ്ങനെ ഈ ഗ്ലാസ് താഴേക്ക് വീണ് പൊട്ടിയത് എന്ന് ബബിതയോട് ചോദിക്കുകയാണ്. അപ്പോൾ ബബിത ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. നിന്നോടാണ് ചോദിച്ചത്, ഞാൻ തട്ടിക്കളഞ്ഞതാണ്. എന്തിനാ തട്ടിക്കളഞ്ഞത്? നിനക്ക് വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു പോരെ. ഞാൻ പറഞ്ഞതാ വേണ്ടെന്ന്. അപ്പോൾ അവൾ പറയുന്നു, അവളാ അടുക്കളക്കാരിയെന്ന്. അവൾ ഉണ്ടാക്കുന്നത് ഈ വീട്ടിൽ കഴിച്ചേ പറ്റത്തുള്ളൂ. ആ അതെ, അങ്ങനെ തന്നെ അവൾ സത്യമല്ലേ പറഞ്ഞത്. അതിന് നീ എന്തിനാ കളി തുള്ളുന്നത്? എനിക്കിഷ്ടപ്പെട്ടില്ല, അത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നീ ഈ ചെയ്ത പ്രവൃത്തിയും എനിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇവിടെയുള്ള ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരൊറ്റൊരെണ്ണം തരാനുള്ള എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞ് കൈ ഓങ്ങാട്ടോ അടിക്കാനായിട്ട്. അപ്പം ശിവനും അതുപോലെ രാജി കൊണ്ട് മിണ്ടാതെ നിൽക്കുകയാണ്. എന്നിട്ട് ബബിത പോവാണ് കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് ബാലചന്ദ്രൻ പറയണം, നിൽക്ക്, നീ എങ്ങോട്ടാണ് പോകുന്നത്? എങ്ങോട്ടും പോകണ്ട. ഈ തട്ടിക്കളഞ്ഞതാരാ? നീ തന്നെയല്ലേ? ഈ ഗ്ലാസ് കഷ്ണങ്ങളെല്ലാം പറക്കിക്കളഞ്ഞ് ഈ ഫ്ലോറെല്ലാം തുടച്ചിട്ടിട്ട് നീ പോയാൽ മതി. എനിക്ക് പറ്റത്തില്ല. നിനക്ക് പറ്റത്തില്ലെങ്കിലേ എനിക്ക് പറ്റിക്കാൻ അറിയാം എന്ന് പറയും. കൃഷ്ണമോളെ, നീ ആ ചൂലും ഇങ്ങോട്ട് എടുത്തോണ്ട് വാ. അപ്പോൾ കൃഷ്ണ ചൂലെടുക്കാൻ പോവാണ്. അപ്പോഴാണ് രാജീവ് പറയുന്നത്, മോളെ നീ പറയുന്നത് അനുസരിച്ചോ, അച്ഛൻ പറയുന്നത് കേട്ടോളണം. പിന്നെ ഇങ്ങനെ നീ അഹങ്കാരം കാണിച്ചാലുണ്ടല്ലോ, നോക്കി നിന്ന് ഞങ്ങൾക്ക് പോലും നിന്നെ തല്ലാൻ തോന്നുന്നുണ്ട് എന്ന് ദേഷ്യത്തിൽ പറയാട്ടോ രാജീവൻ. അപ്പോൾ ഈ ദേഷ്യമെല്ലാം കൂടെ അലീനയുടെ പുറത്തേക്ക് ചെറഞ്ഞിങ്ങനെ നോക്കുകയാണ് ബബിത. എന്തിനാണ്ടി നീ അവളെ നോക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മൾ ബാലചന്ദ്രൻ. അവസാനം നാണം കെട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് ആ ഗ്ലാസ് കഷ്ണങ്ങളെല്ലാം പാത്രത്തിലേക്ക് വാരി എടുക്കുകയാണ് ബബിത. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ നോക്കുന്നുണ്ട്, അലീനയെ രൂക്ഷമായിട്ട് നോക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അവസാനം ബബിത അതെല്ലാം പറക്കി തിരിച്ചുകൊണ്ട് പോവാണ്. അവരുടെ അഹങ്കാരം എന്തായാലും എല്ലാവർക്കും മനസ്സിലായി. ഇതെല്ലാം കഴിഞ്ഞ് അലീന പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളെല്ലാം തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാവർക്കും ഉച്ചക്കുള്ള ഊണ് കൊടുക്കണമല്ലോ. അപ്പോഴാണ് നമ്മുടെ മനു അതിലേ വരുന്നത് കേട്ടോ. മനു കാറിൽ വന്നിറങ്ങുമ്പോൾ തന്നെ കവറുമായിട്ട് വരുന്നത്. അപ്പോൾ വടക്കുവശത്ത് നിൽക്കുന്ന നമ്മുടെ അലീനെ കാണുമ്പോൾ നേരെ അങ്ങോട്ട് ചെല്ലുക കേട്ടോ. എന്നിട്ട് ആഹാ മനുവേട്ടനോ, അതെ ദാ ഇത് പിടിക്കുക എന്ന് പറഞ്ഞാൽ കവറങ്ങ് കൈ കൊടുക്കുക. എന്താ ഇത്? മീൻ നീ അല്ലേ പറഞ്ഞത് വാങ്ങാനായിട്ട്? അയ്യോ, ഞാനിതൊരു തമാശയ്ക്ക് പറഞ്ഞതാ. എടി പെണ്ണെ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. തമാശ. ഇതാണോ തമാശ? ദേ ഇത് കട്ട് ചെയ്താണോ വാങ്ങിച്ചത്? അതെ, കട്ട് ചെയ്താണ് വാങ്ങിച്ചത്. ഓ, എനിക്ക് എളുപ്പമായി. അത് ശരി. അപ്പോൾ എന്തായാലും എനിക്ക് എളുപ്പമായി. എന്നാൽ പിന്നെ പോയി കറി വയ്ക്കുക. ഇതെന്ത് മീനാ മനുവേട്ടാ? ഇത് കടൽ മീൻ. ആഹാ, അപ്പോൾ അതിന് പേരില്ലല്ലേ എന്ന് പറഞ്ഞ് അവരങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്ന് റൊമാൻറ്റിക് ആവണുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത് ഫിഷ് മോളായിട്ടും പൊരിച്ചും കറി വെച്ചും ഒക്കെ വേണം ടേബിളിൻ്റെ ഫ്രണ്ടിൽ എത്തിക്കാൻ പറഞ്ഞിട്ടോ എന്നും പറഞ്ഞ് കളിയാക്കിയിട്ട് അങ്ങനെ എല്ലാം കൊണ്ട് നേരെ അകത്തേക്ക് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അലീന പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഇത് മേശപ്പുറത്തേക്ക് വെക്കുകയാണ്. എല്ലാവർക്കും ഫുഡ് കഴിക്കട്ടോ. രാജീവനും ശിവനും ബബിതയും കൃഷ്ണമോളും നമ്മുടെ അലീനയും കൂടെ വിളമ്പാൻ വേണ്ടി നിൽക്കുകയാണ്. ബാലചന്ദ്രനും ഒക്കെ ഉണ്ട്. എല്ലാവരും ഹരിയില്ല, നമ്മുടെ മനു, എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കണം. അപ്പോൾ അവരൊക്കെ പോകുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം. എന്തായാലും കുറച്ച് നാളെയല്ലേ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അതെ, നാളെ പോകണേ, എൻ്റെ ടിക്കറ്റൊക്കെ ഓക്കെ ആണെന്ന് രാജീവും പറയാട്ടോ. അവസാനം എല്ലാവരും കഴിച്ച് കഴിയുന്ന സമയത്ത് മനു അലീനോട് പറയാം, അലീന കറിയൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്, ഇഷ്ടമായി എന്ന് പറയാം. അപ്പോൾ ഉടനെ കൃഷ്ണമോളെന്ന് പറയാം, അതെ അങ്ങനെ ഇപ്പം അപ്രീസിയേഷൻ ചേച്ചിക്ക് മാത്രം കൊടുത്താൽ പോരാ, ഞാനും കൂടെ നിന്ന് പണിയെടുത്തിട്ടാ. ഓഹോ, അത് ശരി, സോറി മുത്തേ, നിനക്കും കൂടെ ഞാൻ 100 മാർക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ശരി, അപ്പോൾ ഞങ്ങളൊക്കെ എണീക്കട്ടെ. അങ്ങനെ എല്ലാവരും കഴിച്ചിട്ട് എണീക്കുകയാണ്. പോകാൻ നേരത്ത് വീണ്ടും ഒന്നും കൂടെ ഉപദേശിക്കുന്നുണ്ട് കേട്ടോ. അതെ, നമ്മുടെ
രാജീവും പറയുന്നുണ്ട്, ബാലേന്ദ്ര ഞങ്ങൾ ഇനി ഇറങ്ങുവാണ്, കുറച്ചുകൂടെ ക്ഷമയോടും താഴ്മയോടും നീ പോകണം. കാരണം നിൻ്റെ ഈ കയ്യിലിരിക്കുന്ന ഇത്രയും വെറും വൈകി എന്ന് പറഞ്ഞ അഹങ്കാരം മൂത്ത ഒരുത്തിയാണ്. അവൾക്ക് വേണ്ടി നീ നിൻ്റെ സമ്പത്തൊന്നും നഷ്ടപ്പെടുത്താൻ വേണ്ടി നീ നിൽക്കരുത്. നിനക്ക് ഇനിയിപ്പോൾ 3 പെൺമക്കളാണ്, അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഉപകരിക്കേണ്ടതാണ് എന്നൊക്കെ ഉപദേശം കൊടുക്കുകയാണ്. ഇതൊക്കെ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ പെങ്ങളോട് പോയി പറഞ്ഞാൽ മതി, എന്നോട് പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയാം. പിന്നെ എന്താ നമ്മൾ വന്നതും ഊണ് കഴിച്ചതും ഒക്കെ സമാധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് പറയുമ്പം അതൊക്കെ എനിക്ക് മനസ്സിലാവും രാജീവേ. എന്തായാലും കൈതക്കൽ വീട്ടിൽ അരി തീർന്നിട്ടുള്ള എന്നുള്ള ബോധമൊക്കെ തിരിച്ചറിയാൻ എനിക്കില്ലാന്ന് നിങ്ങൾ വിചാരിക്കുന്നുകൊണ്ടാണ് നിങ്ങളിതൊക്കെ പറയുന്നത്. അതൊക്കെ പോട്ടെ, ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പിന്നെ സാരമില്ല. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ മനു എന്ന് പറയാം, അതെ ഇനിയിപ്പോൾ വെറുതെ പലതവണ പറഞ്ഞ് തീർന്ന കാര്യങ്ങളല്ലേ, ഇതങ്ങനെ അങ്ങ് പൊക്കോട്ടെ, ഇനി സംസാരിച്ച് വീണ്ടും വഷളാക്കണ്ട. കൊച്ചിനും അച്ഛനും പൊക്കോ, അതാ നല്ലത്. അങ്കിള് പോയി റെസ്റ്റ് എടുക്കുമെന്ന് പറയാട്ടോ. അങ്ങനെ അവരെല്ലാവരും പിരിഞ്ഞു പോവാം. എന്നിട്ട് ബാലചന്ദ്രൻ മനുവിനോട് പറയാം, എടാ മനു, ഇതിനൊക്കെ മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പിന്നെ വേണ്ട എന്ന് വെച്ചിട്ട് മാത്രമാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് അവരങ്ങനെ പിരിഞ്ഞ് പോവാട്ടോ. അത് അങ്ങനെ ബാലചന്ദ്രൻ റെസ്റ്റ് എടുക്കാൻ പോവാണ്. അലീനയും കൃഷ്ണമോളും അവിടെയുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ മനു പറയുന്നത്, നമ്മളിങ്ങനെ പോയാൽ മതിയോ? പോരാ, ഇപ്പോൾ ഒരുവിധം എല്ലാവരും ഓക്കെ ആയെങ്കിലും ബബിതയും രോഹിത്തൊന്നും തലതിരിഞ്ഞാൽ നിൽക്കണേ, അവരെ കൂടെ നമ്മൾ പക്ഷത്തേക്ക് ആക്കണ്ടേ? അത് ഒരിക്കലും നടക്കുമെന്ന് തോന്നില്ല. അവർ അമ്മയുടെ സൈഡിൽ നിൽക്കത്തുള്ളൂ. പറ്റില്ല, അമ്മയും അച്ഛനും ഒരുമിക്കണ്ടേ? ഇവരിങ്ങനെ നിന്നാൽ പറ്റുമോ? അച്ഛനും അമ്മയും ഒരുമിച്ച് നിന്നിട്ട് പോലും ഇവർ വഴിതെറ്റുന്ന രീതിയിലാണ് പോക്ക്. അപ്പോൾ രണ്ടുപേരും രണ്ടിടത്ത് നിന്ന് ഭരിച്ചാൽ ഇവർ രണ്ടുപേരും ശരിയാകും ഇല്ല. അപ്പോൾ എന്താ വേണ്ടേ അലീന? എന്ത് ചെയ്യാൻ പറ്റും? എനിക്കറിയില്ല എന്ന് അലീന പറയുമ്പം ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്ന് മനു പറയട്ടോ. എന്താ വഴി? എങ്ങനെയെങ്കിലും അലീന, നീ ആൻറ്റിയുടെ മകളാണെന്നുള്ള കാര്യം ആൻറ്റി അറിയിക്കണം. അയ്യോ, അത് വേണോ? ചാടിക്കയറി അങ്ങനെയൊന്നും ചെയ്യേണ്ട മനുവേട്ടാ. ഒരു കണ്ണാടിച്ചില് വീണുടഞ്ഞതുപോലെ ആവും. മാഡത്തിന് അത് താങ്ങാനാവില്ല. പിന്നെ അച്ഛൻ, മാഡം അത് അറിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ അവസ്ഥ, പിന്നെ അവരൊരുമിക്കോ? ഒരിക്കലും ഇല്ല. അതൊക്കെ വെറുതെ ആവും. നമ്മൾ കഷ്ടപ്പെട്ടത് മുഴുവനും വെറുതെ ആവും. അതുകൊണ്ട് അമ്മ മാഡത്തിനെ അറിയിക്കേണ്ട എന്ന് പറയാം. പക്ഷേ പറയാത്ത രീതിയിൽ ഏതെങ്കിലും വഴി കൂടെ ആൻറ്റി ഇത് അറിയിച്ചേ പറ്റുള്ളൂ എന്ന് മനു തീരുമാനിക്കുകയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്നത് എന്തായാലും ഇത്രയും നാളും മകളെ വിഷമിപ്പിച്ചു. മകളാണല്ലോ സ്വന്തം കൺമുന്നിലുണ്ടായിരുന്നത്. ആ ഒരു വിഷമത്തിനേക്കാളും ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് അങ്കിൾ ഇതെല്ലാം തിരിച്ചറിഞ്ഞിട്ടാണല്ലോ ഇതെല്ലാം ചെയ്തത്, അങ്കിൾ ഇത് അറിഞ്ഞില്ലോ എന്നൊരു ചിന്ത ആൻറ്റിയുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആൻറ്റി ജീവിച്ചിരിക്കുമെന്ന് തന്നെ എനിക്കറിയില്ല. ആ ഒരു ടെൻഷൻ മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെ ആൻറ്റി ഒന്ന് അറിയിക്കുക? ആൻറ്റി അറിഞ്ഞാൽ മാത്രമേ ബബ്തയും രോഹിതൊക്കെ ശരിയായി വരുള്ളൂ എന്നവരെങ്ങനെ തീരുമാനിക്കാട്ടോ അവിടെ ഇരുന്ന്. ഇതൊക്കെയാണ് എപ്പിസോഡിലെ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.